ഇപ്പോൾ ചർച്ചകൾ ഒമാനും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇനിയുള്ള ഏത് നിമിഷവും ഒരു പ്രഖ്യാപനം വരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇപ്പോൾ നിലവിലുള്ള ധാരണ അനുസരിച്ച്, ഔപചാരികമായിട്ടില്ല എങ്കിൽ പോലും അനൗപചാരികമായി സംസാരിച്ചതനുസരിച്ച്, ഹോർമൂസ് കടലിടുക്കിലേക്ക് കടന്നു വരുന്ന എല്ലാ കപ്പലുകൾക്കും ഇറാൻ ഒരു നിശ്ചിത തുക ചുങ്കം പിരിക്കുകയും അത് ആദ്യ 60 ദിവസത്തിന് ശേഷം നിശ്ചിത തുക, അത് 5% മുതൽ 7% വരെ അവരുടെ ചരക്കിന്റെ, ആ കപ്പലിലുള്ള ആകമാന ചരക്കിന്റെ മൂല്യത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ചുങ്കമായി പിരിക്കുന്നു. അല്ലെങ്കിൽ ചുങ്കം എന്ന പേരില്ല, സംരക്ഷണ കൂലി എന്ന രൂപത്തിലാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലാക്കാം. കാരണം ഒരു സ്വാഭാവിക കടലിടുക്കിൽ ചുങ്കം പിരിക്കുക എന്നത് അപ്രായോഗികമായ കാര്യമാണ്. കാരണം മനുഷ്യനിർമ്മിതമായ ഒരു കനാലിൽ മാത്രമേ ഒരു ടോൾ ഏർപ്പെടുത്താൻ കഴിയൂ. അതുകൊണ്ട് ഇറാൻ ആയിരിക്കും ഹോർമൂസിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ കപ്പലുകൾക്കും അവിടെ ഒരു ഇളവ് കൊടുക്കാൻ സാധ്യതയുള്ളത്. റഷ്യൻ കപ്പലുകൾ, ചൈനീസ് കപ്പലുകൾ ഈ സംഘർഷ വേളയിൽ ഇറാനോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാൻ പങ്കെടുത്തില്ല എങ്കിൽ പോലും ഇറാനോട് ധാർമ്മികമായി ഐക്യപ്പെടുകയും ഐക്യദാർഢ്യം നൽകുകയും ചെയ്ത രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിൽ പ്രത്യേക പരിഗണന റഷ്യൻ, ചൈനീസ് കപ്പലുകൾക്ക് ഉണ്ടായേക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഹോർമൂസിലേക്ക് കടന്ന് ചരക്കുകൾ എടുത്ത്, എണ്ണക്കപ്പലുകളാണെങ്കിൽ ഓയിൽ ടാങ്കറുകളാണെങ്കിൽ ഓയിൽ നിറച്ച്, അല്ലെങ്കിൽ ചരക്ക് കപ്പലുകളാണെങ്കിൽ ചരക്ക് ഇറക്കിയതിനു ശേഷം മറ്റു ചരക്കുകളുമായി ഹോർമൂസ് കടലിടുക്ക് കടന്ന് ചെങ്കടലിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വേളയിൽ തെക്കൻ പാതയിലൂടെയാവും പോകുന്നത്. അതായത് ഇറാനോട് ചേർന്ന പാതയിൽ കൂടി കടന്നു വരികയും ദക്ഷിണ ഭാഗത്ത് ഒമാനോട് ചേർന്ന് UAE, ഒമാൻ, അത് ഈ രാജ്യങ്ങളോട് ചേർന്ന പാതയിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ആ സമയത്ത് ഒമാനായിരിക്കും ആ ഭാഗം നിയന്ത്രിക്കുന്നത്. ടോള് എന്താണ് ഈടാക്കുന്നത് എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല. പക്ഷേ അതിനേക്കാൾ ചെറിയൊരു തുകയായിരിക്കും ഒമാൻ ഈടാക്കുന്നത്. ഈ കാര്യത്തിൽ ഒരു ധാരണയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോൾ ഉണ്ടാവില്ല എന്ന ഒരു ധാരണയ്ക്ക് വിരുദ്ധമായി ഒരു ചെറിയ നിശ്ചിത ഫീസ് ഉണ്ടാകും. ടോൾ എന്ന രൂപത്തിലോ മറ്റെന്തെങ്കിലും പേരിലോ ആയിരിക്കാം ആ ഫീസ് ഉണ്ടാകുന്നത്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഒട്ടും സ്വീകാര്യമാകുന്ന ഒരു കാര്യമല്ല. അമേരിക്കൻ കപ്പലുകൾക്ക് മാത്രമല്ല, ഇന്ത്യൻ കപ്പലുകൾ ഉൾപ്പെടെ ഏത് രാജ്യങ്ങളുടെ കപ്പലുകളും, ഈവൻ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെ ടോളിൽ നിന്ന് ഒഴിവാക്കുമോ എന്നതിനെക്കുറിച്ച് ഉറപ്പില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായേക്കാം. സൗദിയുടെ കപ്പലുകൾ, ഖത്തറിന്റെയും ബഹറിന്റെയും കുവൈറ്റിന്റെയും ഇറാഖിന്റെയും കപ്പലുകൾ, ഇതെല്ലാം പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഹോർമൂസിലൂടെ മാത്രമേ സാധ്യമാകൂ. ഈ കപ്പലുകൾക്ക് ഒരുപക്ഷെ ടോൾ ഒഴിവാക്കി നൽകിയേക്കാം. ഇതുമായി ബന്ധപ്പെട്ട ധാരണയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ധാരണ പ്രഖ്യാപിക്കുകയും ഈ ധാരണ അമേരിക്കയ്ക്ക് കൂടി സ്വീകാര്യമാവണം. ഈ ധാരണയുടെ പങ്കാളിയല്ല അമേരിക്ക എന്നോർക്കണം. പക്ഷെ അമേരിക്കയ്ക്ക് സ്വീകാര്യമാകാത്ത ഒരു ധാരണ ഏകപക്ഷീയമായി ഈ രണ്ട് രാജ്യങ്ങളും മാത്രം തീരുമാനിച്ചാൽ ഒരുപക്ഷെ നടപ്പാവുന്നതല്ലായിരിക്കാം. ഒരുപക്ഷെ ഒരു ആത്യന്തികമായ പ്രശ്ന പരിഹാരം സാധ്യമാവണമെങ്കിൽ ഒരു തുടക്കം എന്ന നിലയിൽ, ഗുഡ്വിൽ ജസ്റ്റർ എന്ന നിലയിൽ, ഇറാന്റെ ഈ പിടിവാശി അല്ലെങ്കിൽ ഇറാന്റെ ഈ ഒരു സമ്മർദ്ദത്തിന് കുറെയൊക്കെ അമേരിക്ക വഴങ്ങി കൊടുക്കുമെന്ന് അതുകൊണ്ട് യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു സ്റ്റേജിലേക്ക്, ടോളുകളില്ലാത്ത, ഫീസുകളില്ലാത്ത സുഗമമായ കപ്പൽപാത എന്ന സ്റ്റേജിലേക്ക് ഇനി ഒരിക്കലും ഹോർമൂസിന് തിരിച്ചു പോകാനാവില്ല എന്നതാണ് ഈ ഒമാൻ ഇറാൻ കരാറിൽ നമുക്ക് മുമ്പിൽ വെളിവാകുന്ന ഒരു ചിത്രം. ഇതിനുശേഷം ഒരുപക്ഷെ ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ ആണവ വിഷയത്തിൽ ധാരണ എത്തണം. അതാണ് ആത്യന്തികമായി ഉണ്ടാവേണ്ടത്. ആണവ വിഷയത്തിലെ ധാരണ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹോർമൂസ് പൂർണ്ണമായി തുറന്നു കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായി ഇറാന് നേരെയുള്ള നാവിക ഉപരോധം ഒഴിവാക്കേണ്ടി വരും. ഇറാന്റെ കപ്പലുകൾക്ക് യഥേഷ്ടം ഹോർമൂസ് വിട്ട് എണ്ണ പുറം ലോകത്തെത്തിക്കാൻ കഴിയും. ഇന്ത്യൻ കപ്പലുകൾ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക്, എണ്ണ കപ്പലുകൾക്ക് ഉൾപ്പെടെ ഖാർഗ് ഐലൻഡിൽ വന്ന് അല്ലെങ്കിൽ ഇറാന്റെ മറ്റു തുറമുഖങ്ങളിൽ വന്ന് എണ്ണയും പ്രകൃതിവാതകവും സ്വീകരിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യുക. ഇത് ഇറാന്റെ ദീർഘകാലമായ ആവശ്യമായിരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുൻപും ദീർഘകാലമായി ഇറാൻ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഉപരോധം അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഈ യുദ്ധം കൊണ്ട് ആ ഉപരോധം അവസാനിക്കുന്നെങ്കിൽ അത് നന്ന് എന്ന് ഇറാൻ എണ്ണുന്നു. കാരണം ഈ ഉപരോധത്തിന് വളരെ മുൻപ് തന്നെ ഉണ്ടായിരുന്നതാണ്, യുദ്ധത്തിന് വളരെ മുൻപുണ്ടായിരുന്നതാണ് ഉപരോധം. അതുകൊണ്ട് ഉപരോധം അവസാനിപ്പിക്കാൻ കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ചയ്ക്ക് പ്രവേശിക്കാൻ കഴിയും. അവിടെയാണ് ഇറാന്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ഇറാന് നേരെയുള്ള മറ്റ് നഷ്ടങ്ങൾ വേണമെങ്കിൽ നഷ്ടപരിഹാരം എന്ന രീതിയിൽ ഇറാൻ ചോദിച്ചേക്കാം. അത് നൽകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ ടോള് പിരിക്കുക എന്നൊക്കെ പറയുന്നത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ രീതിയിലാണ് ഇറാൻ പറയുന്നത്. കാരണം 1979 മുതൽ പാശ്ചാത്യ ലോകത്തിന്റെ വിവിധങ്ങളായ നിയന്ത്രണങ്ങളാൽ വീർപ്പുമുട്ടുകയായിരുന്നു ഇറാൻ.
അപ്പൊ ഇത്രയും കാലം ഇറാൻ അനുഭവിച്ച ആ ഒരു പീഡനത്തിന്റെ ഒരു ഒരു കോമ്പൻസേഷൻ എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഫീസിനെ ഇറാൻ കാണുന്നത്. ആ രീതിയിലാണ് ഒരുപക്ഷെ അന്തിമമായ ധാരണയിൽ എത്തിച്ചേർന്നാലും അതങ്ങനെയാകാനാണ് സാധ്യത. അന്തിമമായ ഘട്ടത്തിൽ ഇറാൻ ആണവ ആയുധങ്ങളുടെ നിർമ്മാണത്തിൽ നിന്നും പിന്നാക്കം പോവുകയും ഒരുപക്ഷെ ആണവ ഇന്ധനം ഈ സമ്പുഷ്ടീകരണം പരിമിതമായ തോതിൽ ഊർജ്ജോത്പാദനത്തിന് വേണ്ടി സൗദി അറേബ്യയൊക്കെ ചെയ്യുന്നത് പോലെ അമേരിക്കയുമായിട്ടുള്ള കരാർ ഒപ്പിട്ടല്ലോ, സിവിൽ ന്യൂക്ലിയർ എനർജി അഗ്രിമെന്റ്. സമാനമായ രീതിയിൽ ഒരു എഗ്രിമെന്റിലൂടെ ആ രീതിയിൽ. അപ്പോൾ അങ്ങനെയെങ്കിൽ 2015 ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇറാനുമായി ചൈനയുടെയും റഷ്യയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ എത്തിച്ചേർന്ന കരാറിന്റെ തനി ആവർത്തനമായിരിക്കും. അതുകൊണ്ട് 3.7% വരെ സമ്പുഷ്ടീകരണം. അത് ഇപ്പോൾ 60%-ലധികമാണ് സമ്പുഷ്ടീകരണ തോത്. അത് മാറ്റി യുറേനിയം സമ്പുഷ്ടീകരണം ചെറിയ തോതിൽ ഉണ്ടാവുകയും അത് ഊർജ്ജോത്പാദനത്തിന് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്ന ഒരു ധാരണയാണ് ഇപ്പോൾ ഒരുപക്ഷെ സാധ്യമാകുന്നത്. ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം, ആദ്യം ഹോർമൂസ് തുറക്കുക എന്നത് തന്നെയാണ് പ്രധാനം. അതോടൊപ്പം തന്നെ ചെങ്കടൽ മേഖലയിൽ ഹൂതികളുടെ സാന്നിധ്യം ഇപ്പോൾ വളരെ സജീവമാണ്. ഹൂതികൾ കഴിഞ്ഞ ദിവസവും ഒരു ഇന്ത്യൻ ചരക്ക് കപ്പലിനെ ആക്രമിച്ചു. ഇപ്പൊ ഏറ്റവും വൈകി വരുന്ന വാർത്തകൾ അനുസരിച്ച് മറ്റൊരു കപ്പലിനെയും, അത് സൗദി എണ്ണ കപ്പലാണ് എന്നതാണ് വെളിയിൽ വരുന്ന വാർത്തകൾ, അങ്ങനെ ആക്രമിക്കുന്നു. അവിടെ ചെങ്കടൽ മേഖലയിലെ ഹൂതികളുടെ ആക്രമണം നിർത്തിവയ്ക്കണം എങ്കിൽ അവിടെയും ഇറാന്റെ ഒരു കൈവെപ്പ് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഹിസ്ബുള്ള ലെബനിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് നിർത്തിവെക്കണം എങ്കിലും അവിടെയും ഇറാൻ ഒന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ സംയമനം പാലിക്കണം. ഇറാന്റെ എക്സ്റ്റെൻഡഡ് ആംസ് അല്ലെങ്കിൽ പ്രോക്സീസ് ആയ ഹമാസ്, ഹിസ്ബുള്ള, ഹൂദീസ് ആൻഡ് ഷിയ ഗ്രൂപ്പ്സ് ഇൻ ഇറാഖ്, ഇതെല്ലാം തന്നെ ഇറാന്റെ ചൊൽപ്പടിയിൽ നിൽക്കണം, സമാധാനം സ്ഥാപിക്കണം. ഇതെല്ലാം തന്നെ പരസ്പര പൂരകങ്ങളായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിന്റെ ആദ്യപടി എന്ന നിലയിൽ ഏറ്റവും ശുഭോദർക്കമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ള ഒരു പക്ഷെ പുറത്തു വരാൻ പോകുന്നത്. അത് ഹോർമൂസ് തുറക്കുക എന്നതാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇറാൻ പിടിച്ചത്, ഇറാൻ തുറപ്പുചീട്ടായി, ഹബ്ബായി, അല്ലെങ്കിൽ ഇറാന്റെ വിദേശ നയത്തിന്റെ ഇപ്പോഴത്തെ ആണിക്കല്ലായി കണ്ട ഹോർമൂസ് നയം വിജയത്തിലേക്ക് എത്തുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതെ, ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ പലതവണ കണ്ടതാണ് ഈ ഒരു സമവായ ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു എങ്കിൽ പോലും വീണ്ടും അതിലൊന്നും തന്നെ ഒരു നീക്കുപോക്കും ഉണ്ടാകാതെ വീണ്ടും പിരിഞ്ഞു പോകുന്നതും യുദ്ധത്തിലേക്ക് കടക്കുന്നതുമൊക്കെ. ഇപ്പോൾ ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു അനിശ്ചിതത്വം, ഈ ഒരു ചർച്ചകൾക്കൊടുവിൽ ഇതിലൊരു ധാരണയാകാത്ത പക്ഷം വീണ്ടും യുദ്ധം കടക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നേരത്തെയൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതുപോലെ അമേരിക്കയ്ക്ക് ഇനി എത്രത്തോളം ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാകും? ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. അമേരിക്കയുടെ ആയുധ ശേഖരം ഭീതിതമായ രീതിയിൽ കുറഞ്ഞു വരുന്നു. ഈ പേട്രിയോട്ട് ഡിഫൻസ് സംവിധാനം, ഏറിയൽ ഡിഫൻസ് സംവിധാനം ഏതാണ്ട് 1200-ൽ പരം ബാറ്ററികളാണ് ഉണ്ടായിരുന്നത് യുദ്ധം തുടങ്ങുന്ന സമയത്ത്, അതായത് ഫെബ്രുവരി 28, 2026. ഇപ്പോഴത് 200-ഓളമായി കുറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് വലിയ രീതിയിലുള്ളൊരു ഡിപ്ലീഷനാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് റീപ്ലിനിഷ് ചെയ്യപ്പെടണം. അതങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നല്ല. ഈ ധാത് സംവിധാനവും അത് അത്യന്താധുനികമായ ഡിഫൻസ് സംവിധാനമാണ്. ഈ ഇറാനിയൻ റോക്കറ്റുകളും ഇറാനിയൻ ഡ്രോണുകളും മിസൈലുകളും ചീറിപ്പാഞ്ഞു വരുമ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട അമേരിക്കൻ താവളങ്ങളെ ഇത്രയും കാലം സംരക്ഷിച്ചു നിർത്തിയത് പേട്രിയോട്ട് ആൻഡ് ധാത് സിസ്റ്റംസ് ആണ്. അപ്പൊ അതിന്റെ കുറവാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതുപോലെ തന്നെ ക്രൂസ് മിസൈലുകളുടെ എണ്ണത്തിൽ, ടോമഹോക്ക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള മിസൈലുകളുടെ എണ്ണത്തിലും 80% കുറവാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഉത്പാദിപ്പിക്കാൻ കഴിയും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്റ്റോർ ചെയ്തിട്ടുള്ള വെപ്പൺസ് ഉണ്ട്. അത് അവിടെ നിന്ന് നീക്കം ചെയ്തു കഴിഞ്ഞാൽ മറ്റു പ്രദേശങ്ങൾ ബലഹീനമാകും. അതായത് ചൈന ഒരുപക്ഷെ തൈവാന് നേരെ ഒരു നീക്കം നടത്തിയാൽ, ഈ അനുകൂല സാഹചര്യം അമേരിക്ക പൂർണ്ണമായി യുദ്ധത്തിൽപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് പശ്ചിമേഷ്യയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അനുകൂലമായി കണ്ടുകൊണ്ട് ചൈന ഒരു സാഹസത്തിന് മുതിരില്ല എന്ന് ഉറപ്പു പറയാനാവില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ആ രീതിയിൽ യുദ്ധക്കപ്പലുകളെയോ അല്ലെങ്കിൽ മറ്റ് വിന്യാസങ്ങളെയോ ഈ പുനഃപ്രതിഷ്ഠിക്കാനാവില്ല മറ്റൊരു പ്രദേശത്തേക്ക്. അതൊരു വലിയ പ്രഹേളികയാണ്. അതാണ് ഒരു കാര്യം. രണ്ട്, നേരത്തെ സൂചിപ്പിച്ച വിശ്വാസ തകർച്ചയാണ്. മുൻകാലങ്ങളിൽ എത്രയോ കരാറുകളിലെത്തി, അല്ലെങ്കിൽ കരാറുകളുടെ വക്കുവരെ എത്തി, അല്ലെങ്കിൽ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോയി ഓരോ പ്രാവശ്യവും സമാധാന ചർച്ച വിജയിക്കുന്ന ഘട്ടമെത്തുമ്പോഴാണ് ഏകപക്ഷീയമായി ഇറാന്റെ മേൽ ആക്രമണം ഉണ്ടായത്. ഫെബ്രുവരി 28-നും സമാധാന ചർച്ചകളുടെ മധ്യയാണ് ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ വർഷം 2025 ജൂൺ പകുതിയായപ്പോൾ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് ഫർദോയ്ക്കും നഥാൻസിനും ഇസ്ഫഹാനും നേരെ ആക്രമണം നടത്തിയത് ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം മൂർച്ഛിച്ചു നിന്നപ്പോഴാണ്. ആ സമയത്ത് അമേരിക്കയുമായി ഇറാൻ
ചർച്ച ചെയ്യുകയായിരുന്നു എന്നോർക്കണം. അത് ഒമാന്റെ മധ്യസ്ഥതയിലും പിന്നീട് ഖത്തറിന്റെ മധ്യസ്ഥതയിലുമൊക്കെ തകൃതിയായ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഈ ആക്രമണമെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു 14 ഇന കരാർ ജൂൺ മാസം 17-ാം തീയതി എത്തിച്ചേർന്ന ഒരു പ്രാഥമിക കരാറാണ് 14 ഇന കരാർ. ഈ 14 ഇന കരാർ ഏതാണ്ട് വിജയിക്കുന്നു. അങ്ങനെ വെടിനിർത്തൽ സാധ്യമായി, സമാധാനം വരുന്നു എന്ന പ്രതീതി ഉണ്ടായപ്പോഴാണ് പെട്ടെന്ന് നാടകീയമായി ആക്രമണം രണ്ടു പക്ഷത്തും ഉണ്ടായത്. കാരണം കപ്പലുകൾ അതിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു സുഗമമായ കപ്പൽ ഗതാഗതം. ഹോർമൂസ് ഏതാണ്ട് പൂർണ്ണമായി തുറന്നതാണ്. അതനുസരിച്ച് ഇറാൻ നിർദ്ദേശിക്കുന്ന ഒരു പാതയിലൂടെ കപ്പലുകൾക്ക് പോകാം എന്നതായിരുന്നു ധാരണ. പക്ഷെ ആ ധാരണ ലംഘിച്ചുകൊണ്ട് തെക്കുള്ള മറ്റൊരു പാത, ഒമാനോട് ചേർന്നുള്ള പാതയിലൂടെ കപ്പലുകൾ നിരന്തരം നീങ്ങിയപ്പോൾ ഇറാന് ആ കരാർ ലംഘിക്കപ്പെട്ടതായി തോന്നുകയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. അങ്ങനെ വീണ്ടും യുദ്ധത്തിലേക്ക് വന്നു. അതുകൊണ്ട് പറഞ്ഞ വാക്കിന് ഉറപ്പ് ഉണ്ടാവണം. എഗ്രി ചെയ്ത കരാറുകൾക്ക് ഒരു ധാർമ്മിക പശ്ചാത്തലം ഉണ്ടാകണം, ഒരു സ്ഥിരത ഉണ്ടാകണം, സ്ഥൈര്യം ഉണ്ടാകണം. അതിപ്പോഴുണ്ടായില്ല എങ്കിൽ വൃഥ അധര വ്യായാമം നടത്തുന്നു എന്ന് മാത്രമേ കരുതാനാവൂ. അപ്പൊ രണ്ടു കൂട്ടരും പരസ്പരം കരാറുകൾ ലംഘിച്ചു, പരസ്പരം വിശ്വാസവഞ്ചനയുണ്ട്. അതുകൊണ്ട് സ്കെപ്റ്റിസിസം, ജനറലി ദർ ഇസ് എ സ്കെപ്റ്റിസിസം ഓൺ ബോത്ത് സൈഡ്സ്. ഇറാൻ അമേരിക്ക ഇറാനെയോ പൂർണ്ണമായി വിശ്വസിക്കില്ല. രണ്ടു കൂട്ടരും പരസ്പരം കുറ്റപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്ന തീർത്തും അനാരോഗ്യപരമായ പല പ്രസ്താവനകൾ. അത് ഇറാനെ വീണ്ടും ചൊടിപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതേപോലെ തന്നെ അമേരിക്കയുടെ ചൊൽപ്പടിയിൽ ഇസ്രായേൽ പൂർണ്ണമായി നിന്നു എന്നിരിക്കില്ല. കരാറിലെ ആദ്യ വ്യവസ്ഥ തന്നെ, ആദ്യ കരാറിലെ 17-ാം തീയതിയിലെ കരാറിലെ ആദ്യ വ്യവസ്ഥ തന്നെ ഈ ഹിസ്ബുള്ള താവളങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തിവെക്കണമെന്നതാണ്. അത് പൂർണ്ണമായി പാലിക്കാൻ ഇസ്രായേലിന് സന്നദ്ധമായില്ല. ഇപ്പോഴും ഒരുപക്ഷെ ഈ കരാറിൽ എത്തിച്ചേർന്നാലും ഇസ്രായേല് വീണ്ടും കടുംപിടുത്തം തുടർന്നാൽ യുദ്ധം തുടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് കരാറുകളൊക്കെ പലപ്പോഴും അല്പായുസുകളാണ്. ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഇറാനുള്ളിലും അമേരിക്കയ്ക്കുള്ളിലും പൂർണ്ണമായ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാകണം. ഗൾഫ് രാജ്യങ്ങൾ നിരന്തരം ഇറാനെയും അമേരിക്കയും പ്രേരിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ക്രോസ് ഫയറിനുള്ളിൽപ്പെട്ട് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നതും സമ്പദ് വ്യവസ്ഥ തകർക്കപ്പെടുന്നതും പേർഷ്യൻ ഗൾഫിലെ 6 രാജ്യങ്ങൾക്കാണ്. സൗദി ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങൾ സമ്പദ് വ്യവസ്ഥയാണ്, ജീവിതത്തെയാണ്, സ്വച്ഛന്തമായ സ്വൈര ജീവിതത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഓവറോൾ മേഖല കരാർ എന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടി പ്രാതിനിധ്യമുള്ള, അവരുടെ കൂടെ താല്പര്യങ്ങൾ പരിഗണിക്കുന്ന, എല്ലാവരുടെയും താല്പര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു അന്തിമ കരാറിലേക്കാണ് എത്തി നിൽക്കേണ്ടത്. അതിനുള്ള തുടക്കം എന്ന നിലയിൽ ഇപ്പോൾ എത്തിച്ചേരുന്ന ഇറാൻ ഒമാൻ കരാർ ഒരു കാറ്റലിസ്റ്റായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.